നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ എം.പി. രസ്ന. നോക്കാം വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റിനു നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ടു. രാമനാഥപുരം കൊളത്തൂർ സ്വദേശി സന്താന സെൽവമാണ് കൊല്ലപ്പെട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അധികൃതർ അറിയിച്ചു. UAE-യിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലെ പവർ സ്റ്റേഷനുകളിലും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളിലുമാണ് ഇന്ന് പുലർച്ചെ ഇറാൻ ആക്രമണം നടത്തിയത്. കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഷുവൈബയിലെ പ്ലാന്റിലുണ്ടായ ആക്രമണത്തിലാണ് രാമനാഥപുരം കൊളത്തൂർ സ്വദേശി സന്താനസെൽവം കൊല്ലപ്പെട്ടത്. സ്വകാര്യ കമ്പനിയിലെ കരാർ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെന്ന് വൈദ്യുത മന്ത്രാലയം വക്താവ് ഫാത്തിമ ഹയ വ്യക്തമാക്കി. UAE-യിൽ പുലർച്ചെ 2 തവണ ആക്രമണമുണ്ടായി. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞതായാണ് വിവരം. സൗദിക്ക് നേരെയും മിസൈൽ ആക്രമണ ശ്രമമുണ്ടായി. കിഴക്കൻ മേഖലയെ ലക്ഷ്യമിട്ടെത്തിയ ക്രൂയിസ് മിസൈൽ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. ബഹ്റൈനിൽ 3 തവണ ആക്രമണ ശ്രമമുണ്ടായി. കടൽ യാത്രകൾക്ക് വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 വരെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. GCC രാജ്യങ്ങളുടെയും റഷ്യ, ജോർദാൻ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ഓൺലൈൻ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. 24 ദുബായ്. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ ഭരണ നേതൃത്വവുമായി കരാറിലെത്താൻ കഴിയാതെ വരികയോ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കാനായില്ലെങ്കിലോ വൈദ്യുതി നിലയങ്ങളും എണ്ണക്കിണറുകളും ഖാർക്ക് ദ്വീപും കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റും നശിപ്പിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഏപ്രിൽ 6 വരെയാണ് വൈദ്യുത നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അമേരിക്ക നിർത്തിവച്ചിരിക്കുന്നത്. ഇറാനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി പുതിയ ഇറാൻ ഭരണകൂടവുമായി അമേരിക്ക ഗൌരവമായി ചർച്ചകൾ നടത്തുകയാണ്. പഴയ ഭരണകൂടത്തിന്റെ 47 വർഷത്തെ ഭീകരവാഴ്ചയിൽ ഇറാൻ വധിച്ച അമേരിക്കൻ സൈനികർക്കായുള്ള പ്രതികാരമായിരിക്കും പദ്ധതിയിടുന്നത് എന്നും ആക്രമണമെന്നും ട്രംപ് വ്യക്തമാക്കി. സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകാൻ വമ്പൻ പ്രഖ്യാപനവുമായി ദുബായ്. 1 ബില്യൺ ദിർഹത്തിന്റെ സാമ്പത്തിക സഹായം നൽകുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു. അതേസമയം UAE-യിൽ വിസ കാലാവധി കഴിഞ്ഞ താമസക്കാർക്ക് തിരിച്ചുവരാനുള്ള ഗ്രേസ് പീരീഡ് നാളെ അവസാനിക്കും. ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 1 മാസം ഇളവ് നൽകിയിരുന്നു. മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത് ദുബായിൽ നിന്ന്. റഹീസ്, എന്തെല്ലാമാണ് സൗദി കിരീടാവകാശി വ്യക്തമാക്കിയത്? അതുപോലെ വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? രസ്ന, ഈ ദുബായ് കിരീടാവകാശി അല്പസമയം മുൻപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1 ലക്ഷം 100 കോടി ദിർഹത്തിന്റെ വമ്പൻ സാമ്പത്തിക പിന്തുണയാണ് ഈ സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഈ വളരെയധികം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖല വലിയൊരു തകർച്ചയിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ള സൂചനയൊക്കെയും ഉണ്ട്. അതിനിടയിൽ ഒരു ആശ്വാസകരമായ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 100 കോടി ദിർഹത്തിന്റെ വമ്പൻ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മുതൽ 6 മാസം വരെ കാലത്തേക്കുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ 100 കോടി ദിർഹത്തിന്റെ വമ്പൻ സാമ്പത്തിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇത് വ്യക്തികൾക്കും ഒപ്പം തന്നെ ഈ ചില ബിസിനസ്സുകൾക്കും സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന നടപടിയോട് കൂടിയിട്ടാണ്, അത്തരത്തിലൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചെറുകിട സംരംഭകർ അവരൊക്കെയും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് അവരുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായും ദുബായ് ലക്ഷ്യമിടുന്നത്. അതിൽ തന്നെയും ഈ ദുബായ് എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് ആ സാമ്പത്തിക സ്ഥിരത അത് അതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം തങ്ങൾക്കുണ്ട്. അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിലനിർത്തി പോകുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഹബ്ബാണ് ദുബായ്. അപ്പോൾ അത് അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് ദുബായിയുടേത്. അത് അതുപോലെ തന്നെ പൂർത്തീകരിക്കും. ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്യും. ഒപ്പം തന്നെ ഈ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും വളരെ വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് അത് പോസിറ്റീവാക്കി മാറ്റും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പ്രധാനമായിട്ടും ഈ പ്രവാസികളൊക്കെയും സംബന്ധിച്ച് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഈ ഈ വിസ കാലാവധി കഴിഞ്ഞവർക്ക് എൻട്രി പെർമിറ്റ് ഇല്ലാതെ UAE-യിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. ശേഷം ഇവിടെ എത്തിയതിനു ശേഷം ഫ്രീ ആയി എൻട്രി പെർമിറ്റ് നൽകിയിരുന്നു. 1 മാസത്തെ ഒരു ഇളവ് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെയും നൽകിയിരുന്നു. അപ്പോൾ അത് നാളെ അവസാനിക്കുകയാണ്. അതായത് മറ്റന്നാൾ മുതൽ UAE-യിലേക്ക് വരികയാണെങ്കിൽ പുതിയ എൻട്രി പെർമിറ്റ് എടുത്തുകൊണ്ട് മാത്രമേ UAE-യിലേക്ക് വരാൻ കഴിയൂ
കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള എല്ലാ ഇളവുകളും നാളെ കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം, അറിയിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു ഇളവ് ലഭിക്കുകയില്ല. ഈ നാട്ടിൽ നിന്നുള്ളവർ, അത് ഏത് സ്ഥലത്തു നിന്നുള്ളവരായാലും അവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റ് എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രശ്ന. സൗദി തലസ്ഥാനമായ റിയാദിൽ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾക്കായി പുതിയ പാത തുറന്നു. ഹയാത്ത് മാൾ മുതൽ റിയാദ് ഗ്യാലറി വരെ നീളുന്നതാണ് പുതിയ പാത. സുരക്ഷയ്ക്കും ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും മുൻഗണന നൽകുന്നതാണ് ഈ പദ്ധതിയെന്ന് ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ട് അറിയിച്ചു. ഡ്രൈവർമാരില്ലാതെ സ്വയം ഓടുന്ന സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾക്കായി റിയാദിൽ പുതിയ റൂട്ട് കൂടി സജ്ജമായിരിക്കുകയാണ്. നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളായ ഹയാത്ത് മാളിനെയും റിയാദ് ഗാലറിയെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അത്യാധുനിക ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് റോഡിലെ ഓരോ നീക്കങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ ഈ വാഹനങ്ങൾക്ക് സാധിക്കും. മനുഷ്യ സഹായമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഈ വാഹനങ്ങൾ ഗതാഗത മേഖലയിലെ പിഴവുകൾ കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കും. കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങൾ വൻ വിജയമായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതുവരെ 1700-ലധികം യാത്രകളിലായി 3000-ഓളം യാത്രക്കാർ ഈ സ്മാർട്ട് വാഹനങ്ങളിൽ സഞ്ചരിച്ചു. 30,000 കിലോമീറ്ററിലധികം ദൂരം ഇവ വിജയകരമായി പിന്നിട്ടു. നിലവിൽ റിയാദിലെ 7 പ്രധാന മേഖലകളിലാണ് ഈ സേവനം ലഭ്യമാകുന്നത്. കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 2, ടെർമിനൽ 5 എന്നിവിടങ്ങളിലും റോഷൻ ബിസിനസ് ഫ്രണ്ടിലും ഇതിനോടകം സർവീസുകൾ സജീവമാണ്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ആദ്യത്തെ 12 മാസത്തേക്ക് ഓരോ വാഹനത്തിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ആകെ 13 സ്റ്റേഷനുകളാണ് നിലവിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു യാത്രാ സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരും മാസങ്ങളിൽ രാജ്യത്ത് മറ്റു പ്രധാന നഗരങ്ങളിലേക്കും സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങളുടെ സേവനം വ്യാപിപ്പിക്കാൻ ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ടിന് പദ്ധതിയുണ്ട്. 24 റിയാദ്. ഓസ്ട്രേലിയയിൽ കനത്ത നാശം വിതച്ച നരയിൽ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് എക്സ്മൌത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടാക്കി. ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് ട്രോപ്പിക്കൽ സൈക്ലോൺ നുരാൽ കാറ്റഗറി 4 ശക്തിയോടെ കരയിൽ പ്രവേശിച്ച് വലിയ ദുരന്താവസ്ഥ സൃഷ്ടിച്ചു. മണിക്കൂറിൽ ഏകദേശം 250 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റും കനത്ത മഴയും കാരണം എക്സ്മൌത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകൾ തകർന്നു, മരങ്ങൾ വേരോടെ കടപുഴകി വീണു, വൈദ്യുതി ലൈനുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. ലിയർമൻ വിമാനത്താവളത്തിൽ ടെർമിനൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന നിലയിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതി, കുടിവെള്ളം, ഫോൺ സേവനങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടതോടെ നിരവധി പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയും കടൽ പ്രളയവും കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കം ഉണ്ടായി. റോഡുകൾ വെള്ളത്തിനിടയിൽ ആയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. സുരക്ഷിതത്വത്തിനായി നിരവധി ആളുകളെ ഒഴിപ്പിക്കുകയും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. സ്കൂളുകളും പൊതുസ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചു. ഇതിനിടെ നുരാൽ ഇപ്പോൾ ട്രോപ്പിക്കൽ ലോ ആയി ദുർബലമായെങ്കിലും ശക്തമായി മഴയും കാറ്റും തുടരുന്നതിനാൽ അപകട സാധ്യത പൂർണ്ണമായും മാറിയിട്ടില്ല. പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചില പ്രദേശങ്ങളിൽ മഴ തെക്കോട്ട് വ്യാപിച്ച് പെർത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്നുണ്ട്. അതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ. രാജ്യം മാവോയിസ്റ്റ് മുക്തമെന്ന് പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചുവപ്പ് ഭീകരത രാജ്യത്ത് അവസാനിച്ചെന്ന് അമിത്ഷാ ലോക്സഭയിൽ. രാജ്യത്ത് ഒരു തീവ്ര മാവോയിസ്റ്റ് ബാധിത മേഖലയും അവശേഷിക്കുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളെ പിന്തുണച്ചുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ചുവപ്പ് ഭീകരത തുടച്ചു നീക്കിയെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയത്. देश को भी सूचित करूंगा, मगर मैं ऐसा बोल सकता हूं, धड़ल्ले से बोल सकता हूं कि हम नक्सल मुक्त हो गए हैं. ऐसा कहने में कोई तकलीफ नहीं. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 706 മാവോയിസ്റ്റുകളെ വധിച്ചു. 4800 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയപ്പോൾ 2000-ലധികം പേരെ ജയിലിലടച്ചുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് തീവ്ര മാവോയിസ്റ്റ് മേഖലകളില്ലെന്നും നക്സൽ ബാധിത മേഖലകൾ വികസനത്തിലേക്ക് കുതിക്കുന്നുവെന്നും അമിത്ഷാ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളാണ് നേട്ടത്തിന് കാരണമെന്നും അമിത്ഷാ. എന്നാൽ മാവോയിസ്റ്റുകളെ കോൺഗ്രസ്, CPM തുടങ്ങിയ പാർട്ടികൾ പിന്തുണച്ചുവെന്ന ആരോപണവും അമിത്ഷാ ലോക്സഭയിൽ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളോട് സ്വീകരിച്ചത് അനുകൂല നിലപാടെന്നും അമിത്ഷാ ആരോപിച്ചു. ഇനി 2 മാവോയിസ്റ്റ് ബാധിത മേഖലകൾ മാത്രമാണ് രാജ്യത്ത് അവശേഷിക്കുന്നത്. ഒളിവിലുള്ള മാവോയിസ്റ്റുകളോട് എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്ന ആഹ്വാനവും
സുരക്ഷാ ഏജൻസികൾ നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ BJPയെ വെട്ടിലാക്കി FCRA നിയമ ഭേദഗതി ബിൽ. RSSന് മാത്രം വിദേശ ഫണ്ട് വാങ്ങാൻ അവസരമൊരുക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബില്ലിനെതിരെ ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നു. വിഷയത്തിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. എന്നാൽ നിയമം സഭകൾക്ക് എതിരല്ലെന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയം ഏറ്റെടുത്തു. RSSന് മാത്രം വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകാനുള്ള നീക്കമാണെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. Now suddenly we notice that an FCRA bill has been brought in. And what is interesting is there is only one organization that can get money from abroad. No other organization can get money from abroad except the RSS. ബില്ലിൽ വലിയ ആശങ്കയാണ് ക്രൈസ്തവ സഭകൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഇതുവരെയും അതിനെക്കുറിച്ച് ഏതാണ്ട് 2-3 മാസങ്ങളായി ഒരറിവും അതിനെക്കുറിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര തലത്തിലാണിത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതവർ ചെയ്യാതെ ഇത്രമാത്രം കർശനമായിട്ട് നിൽക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷകൾക്ക് എല്ലാ സഭകളെയും ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. ക്രൈസ്തവ സഭകൾ ആശങ്ക ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കത്തയച്ചു. ബില്ലിൽ നിന്ന് പിന്തിരിയണമെന്നാണ് കത്തിലെ ആവശ്യം. പ്രധാനമന്ത്രിയും BJP സ്ഥാനാർത്ഥികളും വിഷയത്തിൽ മറുപടി പറയണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. ഈ ലൈസൻസ് കൊടുക്കുന്നതും ഈ ലൈസൻസ് റദ്ദാക്കുന്നതും ആർക്കാണ് അതിൻ്റെ അധികാരം? BJPക്കാണ്, കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ അത് ബോധപൂർവം ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അവരെ ടാർഗറ്റ് ചെയ്യും. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഏറ്റവും വലിയൊരു പീഡനത്തിന്റെ ഭാഗമാണ്. അതേസമയം ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് BJP നേതാക്കളുടെ നിലപാട്. സഭയുടെ മുഴുവൻ നേതൃത്വത്തോടും പറയുന്നു, ഒരു കാരണവശാലും ഒരു ആകുലതയ്ക്കും കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ഇവിടെ സഭയുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ ഇതു സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 24 കോട്ടയം. 24 എക്സ്ക്ലൂസീവ്. FCRA നിയമ ഭേദഗതി ബില്ലിൽ ക്രൈസ്തവ സഭകളിലെ ആശങ്കയ്ക്കിടെ നിർണായക കൂടിക്കാഴ്ചയുമായി മുൻ ഗോവ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള. തൃശൂരിൽ കൽത്തായ സുറിയാനി സഭ ആസ്ഥാനത്ത് സഭാധ്യക്ഷന്മാർ ഔഗിൻ കുര്യാക്കോസുമായി കൂടിക്കാഴ്ച നടത്തി. ബില്ലിൽ ആശങ്കകളുണ്ടെന്നും രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണെന്നും മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. മൈനോറിറ്റി ഇഷ്യൂസൊക്കെ കുറേ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ FCRA ഇഷ്യൂ ആയാലും മൈനോറിറ്റി ഇഷ്യൂസ് ആയാലും കമ്മീഷൻ ആയാലും അതിനൊക്കെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന രീതിയിലുള്ളൊരു പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മൾ ഒരുപാട് സമയം ഉയർത്തിയിട്ടുണ്ട്. അതെപ്പോഴും നമ്മുടെ ഒരു കൺസേണാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു ജനസംഖ്യാപരമായിട്ടുള്ള ആനുപാതികമായിട്ട് ഉള്ള ഒരു സംവരണം അത് കിട്ടേണ്ടത് നമുക്കൊക്കെ ഒരു റൈറ്റല്ല, ഒരു അവകാശമല്ലേ. പക്ഷേ അത് പലപ്പോഴും കിട്ടാതെ വരുന്ന സമയത്ത് അത് ചോദ്യങ്ങൾ വരാറുണ്ട്. FCRA ബില്ലുമായി ബന്ധപ്പെട്ട മുഴുവൻ ആശങ്കകളും പരിഹരിക്കുമെന്നും സഭാ നേതൃത്വം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും PS ശ്രീധരൻപിള്ള പ്രതികരിച്ചു. ആശങ്കകളുടെ ആശങ്ക അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലൊന്നും യാതൊരു അടിസ്ഥാനമുള്ളതല്ല. ഇപ്പോൾ FCRA സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെന്ന്, അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഭയുടെ ഉൾപ്പെടെ പരിഹരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ടെക്നിക്കലി പരിഹരിക്കേണ്ടതാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതൊരു ഇലക്ഷൻ വരുമ്പോൾ ഉയർത്തിക്കാട്ടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഏതായാലും ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.